വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണി ഗംഗാപ്രസാദിനെ പൂട്ടാൻ വേണ്ടിയിട്ട് കാർത്തികയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക. കാർത്തിക ചേച്ചി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഒരു കാര്യമുണ്ട്. ഞാൻ എത്തിക്കോളാം മോളെ എന്ന് പറഞ്ഞ് കാർത്തിക ഫോൺ വയ്ക്കുക. പിന്നീട് എങ്ങനെയെങ്കിലും ഈ ഗംഗാപ്രസാദിനെ കുറച്ച് സമയം കൂടി തൻ്റെ ചേച്ചി സ്പോട്ടിൽ എത്തുന്നത് വരെയെങ്കിലും പിടിച്ചു നിർത്തണം. അതിന് വേണ്ടിയിട്ട് കല്യാണി അയാളുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ദീപം ഉണ്ടാക്കി കൊടുത്ത ആ ചായയുമായിട്ടാണ് ചെല്ലുന്നത്. എന്തിനാ കല്യാണി ഇങ്ങനെ ബുദ്ധിമുട്ടിയത്? കിരണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കിരണിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആളല്ലേ കല്യാണി. ഈ സമയം എന്തിനാ എനിക്ക് വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കാൻ പോയത്? അതൊന്നും സാരമില്ല ജെറിയേട്ടൻ ഈ ചായ കുടിക്ക്. പിന്നെ ഇവിടെ ജെറിയേട്ടന് മറ്റാരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജെറിയേട്ടൻ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ കല്യാണി തന്ത്രപൂർവ്വം ചോദിക്കുമ്പം ജെറിയാണെങ്കിൽ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. എനിക്കിവിടെ സ്വന്തക്കാരായിട്ടൊന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ല. പിന്നെ ഞാൻ ഈ നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു ചെറിയ വീടുണ്ടാക്കണമെന്നുമുണ്ട്. ചെന്നൈയിലെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് കല്യാണിയുടെ അടുത്ത് നമ്മുടെ ജെറി പറയുക. ഇത് കേട്ടതും കല്യാണിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഡൗട്ട് അടിക്കാൻ തുടങ്ങി. ഇവൻ മിക്കവാറും ഗംഗാപ്രസാദ് ആകാനാണ് സാധ്യത. എന്തായാലും ഇവനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാർത്തിക ചേച്ചി വീട്ടിലെത്തുന്നതിന് മുന്നേ ഇവൻ ഇവിടുന്ന് ഒരു കാരണം വെച്ചാലും രക്ഷപ്പെടരുത്. അതുകൊണ്ട് തന്നെ മാക്സിമം ടൈമും ജെറി അവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങളാണ് നമ്മുടെ കല്യാണി ഒപ്പിക്കുന്നത്. അല്ല ജെറിയേട്ടാ, അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നോ അന്ന് കിരണേട്ടനെ കാണാൻ വേണ്ടി വന്നത്? അതും ആ വർക്കിംഗ് സൈറ്റിൽ? അതേ കല്യാണി, നിങ്ങളുടെ കമ്പനിയാണ് ഏറ്റവും ലീഡിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ വന്നത്. അവിടെ വന്നതും അവിടുത്തെ ആ ഒരു വർക്കുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ വീട് വെക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കിരണിൻ്റെ ഈ അവസ്ഥയൊക്കെ മാറി എനിക്ക് നല്ല സൂപ്പർ ഒരു വീട് കെട്ടി തരണം. കല്യാണി ആയിരിക്കണം അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്യേണ്ടതെന്നും ജെറി അവിടെ വെച്ച് പറയുക. എന്നാൽ പിന്നെ എനിക്ക് 1-2 ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ല ജെറിയേട്ടൻ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ അടുത്തുള്ള ഷോപ്പിംഗ് മാളിലേക്കാണെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്ന സമയം നമ്മുടെ കല്യാണിക്ക് നല്ല നിരാശയായി കേട്ടോ. കാർത്തിക ചേച്ചി ഇത്രയും സമയമായിട്ടും വന്നില്ലല്ലോ, ചേച്ചി എവിടെ പോയതാണെന്നൊക്കെ ആലോചിച്ച് കല്യാണി അങ്ങനെ ഇരിക്കുമ്പോൾ കിരൺ പറഞ്ഞു, നീ കാർത്തിക ചേച്ചി ഒന്ന് വിളിക്ക്, കാർത്തികയ്ക്ക് എന്തെങ്കിലും തിരക്ക് വന്ന് കാണും. അങ്ങനെ കാർത്തികയെ വിളിക്കുന്ന സമയം കാർത്തിക പറഞ്ഞു, മോളെ ഞാനേ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ കാറൊന്ന് കംപ്ലൈൻ്റ് ആയത്. ഇനി എന്ത് ചെയ്യാനാ, എനിക്കവിടെ ഇപ്പോൾ എത്താൻ പറ്റത്തില്ലല്ലോ. ഞാനിനി വേറൊരു കാറ് പിടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് വരാനെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണിക്ക് വലിയ വിഷമമായി. കല്യാണി പറയുന്നുണ്ട്, ചേച്ചി ആ ജെറി ഇവിടെ വന്നിരുന്നു, അവൻ ആരാണെന്നും അവൻ്റെ സ്വഭാവം എന്താണെന്നും ഒക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവൻ ഗംഗാപ്രസാദ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരിടം വരെ പോകണം. ചേച്ചി എത്രയും പെട്ടെന്ന് ഒരു കാറ് പിടിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുരനെയാണ്. അപ്പോൾ രൂപാൻ്റി വന്നിട്ട് ബഗാസുരൻ്റെ കിറുക്കിട്ടൊരു തട്ടൊക്കെ കൊടുത്തിട്ടാണല്ലോ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സരയും ഷാരിയും കൂടി നമ്മുടെ ബഗൻ്റെ റൂമിലേക്ക് ചെന്നു. അച്ഛാ, ആൻറ്റി വന്നിട്ട് അച്ഛനോട് മോശമായിട്ട് പെരുമാറിയല്ലേ? എൻ്റെ മോളെ, അവൾ കൂടിപ്പോയാൽ കുറച്ചങ്ങ് ദേഷ്യപ്പെട്ടു. പിന്നെ എന്നെ ഒരു ചുക്കും ചെയ്യാനൊന്നും അവളെ കൊണ്ട് സാധിക്കില്ല. അവളുണ്ടല്ലോ ഏത് ലെവലിൽ കളിക്കുമെന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടല്ലേ ആ മരമണ്ടിയെ 10-26 കൊല്ലം ഞാൻ അവളുടെ ഭർത്താവിൽ നിന്നും അകറ്റി നിർത്തിയത്. പിന്നെ ഞാനിപ്പോൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നത് എന്താണെന്നോ, എൻ്റെ മോളുടെ ഭാവി ഓർത്ത് മാത്രമാണ്. അതെന്താ വെച്ചാൽ എൻ്റെ ഭാവിക്ക് ഇപ്പോൾ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ മനുവേട്ടനെയും കൂട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവറ്റകളെ ഒന്നും കാണണ്ടല്ലോ. അതൊക്കെ നമുക്ക് ആലോചിക്കാം മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബഗൻ സരയുനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴും പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് കിട്ടിയിരിക്കുന്നത് വിക്രവും അതുപോലെ തന്നെ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആ വ്യക്തിയുമാണ്. അല്ല അച്ഛൻ ഈ ഗംഗാപ്രസാദിനെ കുറിച്ച് പലതവണ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ അയാളെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. മോളെ, അവനുണ്ടല്ലോ നല്ല ഇരട്ട ചങ്കനാണ്. അവനെ പോലെയുള്ള ഒരുത്തനെയൊക്കെ നമുക്ക് കമ്പനി കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ എത്ര ശത്രുക്കളെ വേണമെങ്കിലും നമുക്ക് നിലംപരിശാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ സേനന് എത്തുമാത്രം പണവും അതുപോലെ ഗുണ്ടാബലവും ഒക്കെ ഉള്ളത്. അയാളെ വരെ അടിച്ചൊതുക്കിയില്ലേ ഈ ഗംഗാപ്രസാദ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ അയാളെ നമ്മുടെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ പല നേട്ടങ്ങളും നമുക്കുണ്ടാവും. ദേ നിൻ്റെ ജീവിതത്തിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ അച്ഛൻ മാറ്റിത്തരാമെന്ന് പറയുക.
അച്ഛൻ എൻ്റെ ജീവിതത്തിൽ തടസ്സമെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ മനുവേട്ടനെയാണോ എന്ന് സരയു ചോദിച്ചതും ബകാസുരൻ പറഞ്ഞു, ഏയ് അതല്ല മോളെ, ആ കിരണും കല്യാണിയും അവരെയൊക്കെ ഒതുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ കല്യാണിയെ കാണിക്കുക കേട്ടോ. കല്യാണിയാണെങ്കിൽ കാർത്തികയോട് പറഞ്ഞു, എൻ്റെ ചേച്ചി ഇവിടെ അവൻ ഇത്രയും സമയം ഉണ്ടായിരുന്നു. ചേച്ചി ഒരു 5 മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനാണോ ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം ഞങ്ങൾക്കൊന്ന് ഉറപ്പിക്കായിരുന്നു. പിന്നെ ദേ അവൻ്റെ വണ്ടിയുടെ 2-3 ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മറഞ്ഞു നിന്ന് അവൻ്റെയും ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ചേച്ചി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം ആ ഒരു കാര്യം കേട്ട് കഴിയുമ്പം കാർത്തിക പറഞ്ഞു, അതിനെന്താ മോളെ, ഞാൻ നോക്കാമല്ലോ. വണ്ടി കണ്ടതും കാർത്തികയ്ക്ക് ചെറിയ ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അതെ, ഇങ്ങനെയുള്ളൊരു വണ്ടിയിലായിരുന്നു അവൻ നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല സംശയമുണ്ട് മോളെ, ഇത് അവൻ്റെ തന്നെ വണ്ടിയാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ചേച്ചി ആളിതാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ. അവനിപ്പോൾ പോയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ആ ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ്. അവിടെ പോയിരിക്കുന്ന അവനെ നമുക്ക് അവിടെ ചെന്ന് പൊക്കിയാലോ. അത് കൊള്ളാം. ദേ, നിങ്ങൾ പോകുന്ന സമയത്ത് എന്തായാലും കല്യാണി കരുതിയിരിക്കണം. അവൻ്റെ കയ്യിൽ എപ്പോഴും ആയുധം ഉണ്ടാകുമെന്ന് കൂടി നമ്മുടെ കിരൺ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ചേട്ടത്തി അനിയത്തിയും കൂടി ആ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോവുക. അവിടെ ചെന്നതും നമ്മുടെ ഗംഗാപ്രസാദ് ആണെങ്കിലോ കാർത്തികയെ കണ്ടു. ഇവിടെയും വന്നല്ലോ നാശം. ഇനിയിപ്പം ഈ കല്യാണിയും കൂട്ടിയിട്ട് വന്ന സ്ഥിതിക്ക് തന്നെ എങ്ങാനും കണ്ടുപിടിക്കുമോ എന്നുള്ളൊരു പേടി ആശാനുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ തലയിലൊരു തൊപ്പിയും വെച്ചു, കൂളിംഗ് ഗ്ലാസും വെച്ചു. അതിനുശേഷം എന്താ അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു മാസ്കും എടുത്ത് നമ്മുടെ ഗംഗാപ്രസാദ് അണിയുക. ഒരു കാരണവശാലും തന്നെ തിരിച്ചറിയരുത്. എന്തായാലും ഇത്തരം വേഷം കെട്ടുകളൊന്നും നമ്മുടെ കല്യാണി മോളുടെ അടുത്ത് ചിലവാവില്ലല്ലോ. അവൾ 2 കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗംഗാപ്രസാദ് ആണെന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ അവൾ ആ ഒരു ഫ്ലോർ മുഴുവനും തിരയുന്ന സമയത്ത് കറക്റ്റായിട്ട് ആശാൻ പുറം തിരിഞ്ഞ് നിൽക്കുക. തന്നെ ഇപ്പം ആർക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല, തന്നെ പിടിക്കില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ അവൻ അവിടെ അങ്ങനെ നിൽക്കുമ്പം അവൻ്റെ പിന്നിൽ ചെന്ന് തട്ടി വിളിക്കുക നമ്മുടെ കല്യാണി. അങ്ങനെ ആ ദുഷ്ടൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കല്യാണിയെയും കാർത്തികയുമാണ്. പെട്ടെന്ന് തന്നെ ഞെട്ടിത്തിരിഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പം കല്യാണിയും കാർത്തികയും അവനെ പിടികൂടുന്നതുമാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.